Hello guys, this is Mirai. Welcome back to my channel. So, ഇന്നത്തെ വീഡിയോ ഒരു മേക്ക് ഓവർ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായിരിക്കും മേക്ക് ഓവർ. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത്. ബട്ട് ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ടുക്ക് മീ സോ ലോങ്. മേ ബി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ. I think this is the perfect time to get this makeover. So I'm very, 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 very excited. But അതൊന്നും എൻ്റെ ഫേസിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. Why? Because I'm vlogging, bro. ഇപ്പം നിങ്ങൾ പറയും അതിനെന്താ വീഡിയോ എടുക്കണല്ല പ്രശ്നം, വ്ളോഗിങ് അല്ലേ, അങ്ങനെയല്ലേ, ബ്ലാ 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 ബ്ലാ. But guys, to be honest, I'm very shy person. Seriously, believe me or not, but this is the truth. അതുകൊണ്ട് തന്നെ എനിക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ സംസാരിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കുറച്ചധികമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്നല്ല, എനിക്ക് എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ഐ വിൽ ഫൈൻ ടു വ്ളോഗ് വൈൽ ടോക്കിംഗ്. സോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ ഹെയറിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഹെയർ കളറിങ് ആണ്. ഷെയ്ഡൊന്നും എനിക്കറിയില്ല. ഇറ്റ് ഗോസ് ഇൻ ബിറ്റ്വീൻ ലൈക്ക് ഗോൾഡ് ആൻഡ് ബ്രൗണിഷ് സംതിങ്. ഫുൾ ഹെയറിലും ആ ഒരു കളർ ഉണ്ടാവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ വിർജിൻ ഹെയർ, അതായത് എൻ്റെ ബ്ലാക്ക് ഹെയറും ഉണ്ടാവും. സോ ആ ഒരു ലുക്കാണ് വേണ്ടത്. എനിക്ക് എൻ്റെ റിയൽ ഹെയറും വേണം, അറ്റ് ദ സെയിം ടൈം എൻ്റെ ഹെയർ കളറും ആയിരിക്കണം. ലൈക്ക് ഒരു ബ്രൈറ്റൻ കളർ, ഏതിരുട്ടത്തായാലും കാണണം, അങ്ങനത്താണ് എനിക്ക് വേണ്ടത്. കാരണം പിക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് കളർ കാണണം, അങ്ങനെ എനിക്ക് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ സെറ്റാക്കാം എന്ന്. ആൻഡ് ഐ ഡോണ്ട് നോ വൈ വെനെവർ ഐ തിങ്ക് അബൌട്ട് ടു ചേഞ്ച് മൈ ഹെയർ കളർ ഐ ഗോ വിത്ത് ചെറി റെഡ്, വൈൻ റെഡ് ഓർ പിങ്ക്, സംതിങ് ലൈക്ക് വെരി ബ്രൈറ്റ് കളർ. ബട്ട് ദി എൻഡ് ഓഫ് ദി ഡേ ഐ ഗോ വിത്ത് ദ ബ്ലോണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ വൈ. എൻ്റെ ബ്രെയിൻ ലിറ്ററലി പറയും റൈമ നോ, you have to stuck with that blonde goldy brown shades. So I never tried this cherry red. Maybe next time for sure I'm gonna try that color, but now I'm okay with this, I guess. So let's see how it's going to turn. And finally the color parting is over. So now I have to wait for the next 2 hours. എന്തായാലും 2 മണിക്കൂറൊക്കെ ഉണ്ടായാലും ഒരു സിനിമ കണ്ട് തീർക്കാം. പക്ഷേ സിനിമയും കാണാനുള്ളൊരു മൂഡില്ലായിരുന്നു. സോ ഞാൻ വെറുതെ ഇൻസ്റ്റാ സ്നാപ്പ് ഇങ്ങനെ മാറി റീൽസും കണ്ട് വെറുതെ ഇരിക്കലായിരുന്നു ആ ടൈം. ഞാൻ എങ്ങനെ 2 മണിക്കൂർ പോപ്പിക്കും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ശരിക്കും അവിടെ. എൻ്റെ ഈ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മാത്രമാണ് ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കണത്. ഫൈനലി ആഫ്റ്റർ 2 long hours ശേഷം എൻ്റെ ഹെയർ വാഷ് കഴിഞ്ഞു. ഇപ്പോൾ ഹെയർ കട്ടിങ് ആണ്. ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ബിക്കോസ് ഹെയർ കട്ടാണല്ലോ മെയിനായിട്ട് ഒരു ലുക്ക് തന്നെ ചേഞ്ച് ആക്കുന്നത്. ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? ഏത് ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെ വരും അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എൻ്റെ ഫേസിൽ എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ദ ഹൈ കോൺഫിഡൻസ്. ഏത് സ്റ്റൈൽസ് ആണെങ്കിലും ദാറ്റ് വിൽ ബി ഗുഡ് ഓൺ മീ. അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ദിസ് ഈസ് എ ചാലഞ്ച് ബിറ്റ്വീൻ മീ ആൻഡ് മൈ സിസ്റ്റർ. ഓക്കെ, സോ ആള് കുറച്ച് നാൾ മുന്നേ ഹെയർ ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു റൈമ ഞാൻ ഹെയർ ഷോർട്ട് ആക്കണായിരുന്നു, നീ ഷോർട്ട് ആക്കോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്ത്, ഒരു വിഷയമില്ല, ഞാൻ ഷോർട്ട് ആക്കും, അതിലപ്പുറം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോൾ ആള് സർപ്രൈസ് ചെയ്തു. വീഡിയോ കോൾ ആക്കിയിട്ട് ഹേ റൈമ ലുക്ക് അറ്റ് മീ, ദിസ് മൈ ന്യൂ ലുക്ക്, ഞാൻ ഹെയർ കട്ടാക്കി ഷോർട്ടാക്കി, നൗ ഇറ്റ്സ് യുവർ ടൈം. ആൻഡ് ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഐ എം റിയലി ട്രാപ്ഡ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ എന്തായാലും വാക്ക് പറഞ്ഞും പോയി. അത് കുറച്ച് ലോങ് ആയി, ബട്ട് സ്റ്റിൽ ഐ അക്സെപ്റ്റഡ് ദ ഡെയർ. ഫൈനലി ദിസ് ഇസ് ദ ടൈം. അങ്ങനെ ഞാൻ തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ഈ ഒരു മേക്ക് ഓവർ. അപ്പം ആർക്കും അറിയത്തില്ല ഞാൻ ഹെയർ കട്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ കളർ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ ഒരു മേക്ക് ഓവർ ഞാൻ ചെയ്യാൻ പോകുന്നു. നോബഡി നോസ്.
ഞാൻ പറഞ്ഞില്ലേ മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഷോർട്ട് ഹെയർ ആക്കണം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വോണ്ട് ലോങ് ഹെയർ ടു. സോ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിപ്പോയി. ആൻഡ് അറ്റ് ലാസ്റ്റ് ഞാൻ ഒറ്റ മൈൻഡിൽ അങ്ങ് തീരുമാനിച്ചു, ഓക്കെ റൈമ ലെറ്റ്സ് ഗോ നൗ ഓർ വെൻ. അതന്നെ. അപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തന്നെ നെവർ മൈൻഡ് ഗൈസ്, പ്ലീസ് നെവർ മൈൻഡ്. ഞാനിങ്ങനെ പലതും പറയും, നിങ്ങൾ കാര്യമാക്കണം. ഓക്കെ, ആൻഡ് ഹെയർ കട്ട് ഈസ് ഫൈനലി ഡൺ, ബ്ലോ ഡ്രൈ ഈസ് ഡൺ. സോ ദിസ് ഇസ് മൈ ലുക്ക്. ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ പഫി ലുക്കായിരിക്കും. അത് കുറച്ച് വെള്ളമൊക്കെ നനയുമ്പോൾ പൊക്കോളും, അത് വേറെ കാര്യം. ഇനിയിപ്പം ഹെയറൊക്കെ സെറ്റ് ആയ സ്ഥിതിക്ക് കുറച്ച് മിററിലൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഷോ ഓഫ് കാണിച്ച് വീഡിയോ എടുക്കുക, പിക്ക് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. സോ കുറച്ച് ട്രാൻസിഷൻ ആവാം, കുറച്ച് വീഡിയോസ് ആവാം. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ ലുക്ക്? സെറ്റല്ലേ? അടിപൊളിയല്ലേ? ലുക്കായില്ലേ ഞാൻ? Yep, I know, I look damn pretty. So if you like this video, do like, share and subscribe. See you on my next video. Bye bye.